ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് പ്രബീഷ പ്രേം. ഇവിടെയാണ് സ്ഥലം. തലശ്ശേരി, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് അല്ലേ? തലശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നല്ല ബിരിയാണി കിട്ടും. അത് കണ്ടാലും അറിയാം, അവിടെ ബിരിയാണി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓണ സമയത്ത് നമ്മൾ ബിരിയാണി തിന്നാറുണ്ടോ? ഇല്ല സർ. സദ്യ തന്നെയാണ് തിന്നാറ്. സദ്യയിൽ ഏറ്റവും ലാസ്റ്റ് വിളമ്പുന്ന സാധനം എന്താണ്? പായസം. പായസം. അപ്പൊ ഏതാണ്ടൊക്കെ അറിവുണ്ട്. മത്സര ദുർദനയുള്ള ഈ അറിവ് കാണിച്ചുകൊണ്ടേയിരിക്കണം. റെഡി? റെഡി. ഇങ്ങോട്ട് മാറിയെന്നുള്ളൂ. സാധാരണ എല്ലാ പ്രാവശ്യവും എന്റെ സൈഡിലോട്ടാണ് മാറ്റി നിർത്തുന്നത്. ചേട്ടാ, ഇതൊക്കെ ഞാൻ കാണുന്നു. അടുത്ത കണ്ടസ്റ്റന്റ് നേഹ എം നായർ. നമസ്കാരം. എവിടുന്ന് വരുന്നു? കോട്ടയം. കോട്ടയം. കോട്ടയത്ത് തന്നെയാണോ ജനിച്ചു വളർന്നത്? അല്ല, എവിടെ ജനിച്ചു വളർന്നത്? ഞാൻ ജനിച്ചത് ദെഹ്റാദൂണില. ഡെറാഡൂൺ. ഞാൻ കേട്ടിട്ടുള്ളൂ. ഡെറാഡൂണിൽ നിന്നൊക്കെ ആൾക്കാര് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഡെറാഡൂൺ എന്താ അവിടെ പ്രത്യേകത ഉള്ളത്? അവിടെ ഹിമാലയാസ്. ഹിമാലയാസ്. അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഡെറാഡൂണിൽ എത്ര നാളുണ്ടായിരുന്നു? കുഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പിന്നെ കോട്ടയത്താ. എന്തൊക്കെ പഠിക്കുന്നത് ഇപ്പം? ഞാനിപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിക്കുക. ഈ പിരികത്തില് ഇത് കുത്തുമ്പോ വേദന എടുക്കൂല്ലോ എനിക്ക്? ഇച്ചിരി 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 വേദനയുള്ളൂ സ്വന്തം പിരികത്തിൽ. എനിക്ക് ഇഞ്ചി ബ്ലഡ് എടുക്കുമ്പോൾ ഇപ്പോഴും ഞാൻ കരയും. നേഴ്സുമാര് എന്റെ ചോര എടുത്ത്. എനിക്കുണ്ടായിരുന്നു. അപ്പുറത്ത് എന്താ പടം വരച്ചിരിക്കുന്നത്? ഇത് മണ്ഡല. മണ്ഡലോ? മണ്ഡല. നിയോജക മണ്ഡലോ? മണ്ഡല എന്ന് വെച്ചാല് മണ്ഡലകാലമല്ലേ ഇപ്പോ? അത് യൂണിവേഴ്സിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആ മണ്ഡല. മണ്ടേല. നെൽസൺ മണ്ടേല യൂണിവേഴ്സിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. കഴുത്തിൽ ടാറ്റു ആണോ മാലയാണോ? അത് മാല. അത് മാലയാണ്. കയ്യിൽ നോക്കട്ടെ, ഇത് കാണിക്കൂ. ഇത് ബെൻസിന്റെ കണ്ട ചിഹ്നമല്ലേ? മെഴ്സീഡസ് ബെൻസിന്റെ. പീസോ? പീസ് പച്ച കളറിൽ ഉണ്ടായിട്ടല്ലേ ഇരിക്കുള്ളൂ. ഇതെങ്ങനെ ഇരിക്കുന്നത്? പച്ച കളറിൽ ഉണ്ടായിട്ടിരിക്കുന്നുണ്ടോ? ഇതെന്താണ്? ഇവിടെ ഒരു നക്ഷത്രം കാണുന്നുണ്ടല്ലോ. നക്ഷത്രം. നക്ഷത്രം, പീസ്, എന്തെല്ലാം കലാസൃഷ്ടികളാണ് ശരീരത്തിൽ. ഒരു എക്സിബിഷന് കയറിയ പോലെയാണ്. കുറെ കാണാനുണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, കൈയുടെ ഇവിടെ ദാ ഓരോ വിരലിലും. ഇതെന്താ ഗ്രീക്ക്? ഇത് ഓരോന്നിനും ഒരു അർത്ഥമില്ലേ? പറഞ്ഞു. ഇതെന്താണിത്? ഇത് സ്പിരിച്വാലിറ്റി. ഇത് ഐ ഓഫ് ഹോറസ് ഫോർ സ്ട്രെങ്ത് ആൻഡ് പവർ. ഇത് ഗ്ലൈഫസ്, എക്സ്പ്ലോറിന് സൺ മൂൺ. ഇതുപോലത്തെ സാധനം വെച്ചിട്ട് പണ്ട് സ്റ്റീൽ പാത്രത്തിൽ പേര് എഴുതുന്നത്. പ്രസന്റഡ് ബൈ ജോണി ജോമൻ എന്നൊക്കെ എഴുതൂല. ആ സാധനം വെച്ച് എഴുതുന്ന സാധനമുണ്ട്. ശക്തിയുക്തമായ ഒരു മത്സരം നമുക്ക് അടക്കേണ്ടി വരും. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഇങ്ങോട്ട് നീങ്ങുന്നുള്ളൂ. ഹലോ. പോട്ടെ. ഇതൊക്കെ ഞാൻ കാണും. ഇതിന്റെ 5 കണ്ടസ്റ്റൻസും കൂടെ വരുമ്പോ നീ ആ കസരയുടെ അപ്പുറത്തായിരിക്കും. അടുത്ത കണ്ടസ്റ്റന്റ് ഹീര രഘുനാഥ്. ഹീര എവിടുന്ന് വരുന്നു? കണ്ണൂര്. കണ്ണൂരോ? കണ്ണൂരിന്റെ ഒക്കെ ഒരു വികസനം എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത്ര ആ മൂക്കുത്തി ഒന്ന് കണ്ടേ. ഒരു പുലി. ഒരു പുലിയുടെ മുഖമാണ്. ഞാനൊരു പുലിയാണെന്ന് കാണിച്ചതായിരിക്കും. സത്യം. അതിന്റെയാണ് സിമ്പിൾ. ഇത് അല്ല, ഇവരിപ്പോ ഈ കുട്ടി പച്ച കുത്തിയതിന് ഓരോ പച്ചയ്ക്കും ഓരോ കഥയുണ്ട്. ഇത് ഫോർ അത്, ഇത് ഫോർ അത്. ഈ പുലിയുടെ കഥ എന്താണെന്ന് പറഞ്ഞുതരോ? എന്റെ അമ്മ എല്ലാരോടും പറയും. ഞാൻ ഒറ്റ മോളാ. എല്ലാരോടും പറയും എന്റെ മോള്. മൊത്തം ഒരാളുണ്ടെങ്കിൽ ഉപദേശിച്ചേനെ. സത്യം. അപ്പൊ എല്ലാരോടും പറയും ഞാൻ പുലിക്കുട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മൂക്കുത്തി ഇടയും. അവര് കണ്ടു മനസ്സിലാക്കട്ടെ. അമ്മ അപ്പൊ പറയാൻ നിക്കണ്ടത്. അമ്മയ്ക്ക് എളുപ്പമാക്കി കൊടുത്താണ്. അമ്മ എന്തിനാ എത്ര ജോലിയാണ്? അതെ, ശർക്കര, തേനെ, പാല്, പഞ്ചാര വെഞ്ഞ ഗ്ലാസ് ഒക്കെ വെക്കേണ്ടി വന്നു എന്നെ മൂക്കിൽ പിടിക്കുന്നതാണ്. ഇത് പുലിയായോണ്ട് പുലിയെ വെക്കാൻ പറ്റി. ഇത് ശരിക്കും നേട്ടത്തിൽ തന്നെ മേടിച്ചാണോ വിദേശത്ത് എവിടുന്നെങ്കിലും മേടിച്ച് വരുത്തിച്ചൊക്കെ വരുന്നത്? ഇവിടെ സാധാരണ കടയിൽ ഇങ്ങനത്തെ പുലി മൂക്കുത്തി ഒക്കെ കിട്ടാറുണ്ടോ? കാതിടുന്ന കമ്മല്ല ഞാൻ മൂക്കിലിട്ടെന്നേ. കാതിലിടുന്ന കമ്മലെടുത്ത് മൂക്കിലിട്ടേക്കുവാ. ദേ കോഴിക്കുഞ്ഞുങ്ങൾ അടച്ചു വെക്കുന്ന കൊട്ടയെടുത്ത് കാതിലിട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അത്രയും ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങള്. എന്താ ചെയ്യുന്നത്? എന്താണ്? ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ. ഫാഷൻ ഡിസൈനിങ് ആണ്. എന്റെ ഈ ഫാഷനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇതില് നോർമൽ ആയിരുന്നു. കുറച്ചും കൂടെ ഇവിടെ പുള്ളിപ്പാടൊക്കെ കൊണ്ടുവരായിരുന്നു. അതായത് പണ്ട് ബോബി മോളിൽ അപ്പി ഹിപ്പിയുടെ ഒരു കഥ ഉണ്ടായിരുന്നു. അതിൽ അപ്പി ഹിപ്പി കുറെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയിടത്തെല്ലാം പെണ്ണുങ്ങൾക്ക് ഇയാളുടെ ഈ മുടിയും ഗിത്താർ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അവസാനം അപ്പി ഹിപ്പിക്ക് ഒരു കല്യാണാലയം വന്നപ്പം നാട്ടുകാരെല്ലാം പറഞ്ഞു ഞങ്ങളൊക്കെ വരാം, ഒറ്റ കണ്ടീഷൻ, നീ മുടിയൊക്കെ വെട്ടി ഒന്ന് മനുഷ്യക്കോലത്തിലായ വരാമെന്നും പറഞ്ഞ് അപ്പിപ്പി പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവിടെ ജീൻസും പാറ്റും കൂളിംഗ് ഗ്ലാസ്സും കിട്ടും. പെണ്ണിനൊരു പരിഷ്കാരി മതി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓണമായിട്ട് മുണ്ട് കൊടുത്ത് കുറിയും പെട്ട് നല്ല സാത്വികനായിട്ട് വന്നപ്പം
നിറയെ പച്ച പരിഷ്കാരികൾ വന്നിരിക്കുകയാണ് നമ്മുടെ എപ്പിസോഡില്. ഒരു മാറ്റം വേണ്ടേ? അത് ഉറപ്പായിട്ടും വേണം. മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, നാറ്റം. എറണാകുളത്ത് താമസിക്കുന്നോണ്ട് പറഞ്ഞ ഇങ്ങോട്ട് മാറിയുന്നുള്ളൂ. അല്ല ഈ ഹീര ഇവിടെ നിന്നാ മതി. എന്താ നന്ദിനി ഇത്? അല്ല അവിടെ നിന്നാ മതി. ഇതിന് ചില ജീവികളുടെ സ്വഭാവമാണ്, തിന്നൂല തീറ്റിക്കൂല എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ത് കാര്യത്തിലാണ്? ഹീര എവിടെ നിൽക്കൂ? ഹീര ഹീര അവിടെ നിന്നാ മതി. ഹീര എവിടെ നിൽക്കൂ? ഹീര എവിടെ നിന്നാ ഹീര എവിടെ നിൽക്കൂ? ഹീര വരും. ഹീര എവിടെ നിൽക്കും? ഹീര എവിടെ നിൽക്കും? ഹീര ഇവിടെ നിന്നോ? ഇവിടെ നിന്നോളൂ. വാ, അടുത്ത ആളെ വിളിക്കും. പിന്നെ വരാം. ഹീര അടുത്തത് വല്ല ജോസഫ് പാപ്പനോ തോമാച്ചൻ ചേട്ടനൊക്കെ വരുവാണെങ്കിൽ അങ്ങ് തരാം കേട്ടോ. വിളിക്കും. അടുത്തത് ജോസഫ് പപ്പാപ്പനല്ല, ആതിര എസ്. ആതിര എവിടുന്ന് വരുന്നു? ഞാൻ തൃശ്ശൂര്, തൃശ്ശൂർ ജില്ലയിൽ എവിടെ? ചാലക്കുടി. എന്ത് പഠിക്കുന്നു നിങ്ങൾ? ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്. ഇന്റീരിയർ ഡിസൈനിങ്. ഫുൾ ഡിസൈനേഴ്സ് ആണ് ഇവിടെ. അതെ. ഈ മത്സരത്തിൽ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? അറിഞ്ഞൂടാ. ആര് വിജയിച്ചാലും ഒരു ഇന്റീരിയർ ഡിസൈനർ എന്നുള്ള നിലയിൽ ഫ്രിഡ്ജ് എവിടെ വെക്കണം, വാഷിംഗ് മെഷീൻ എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. റെഡിയാണല്ലോ? റെഡി. ഇപ്പഴത്തേക്ക് മാറിയുന്നുള്ളൂ. അതെ, ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞ ഇന്ന് ഇങ്ങനെ തന്നെ. വാ, ഒരു മാറ്റമൊക്കെ വേണ്ട. ആ കുട്ടി പറഞ്ഞ ഓർക്കുന്നില്ലേ? ഞാൻ വിളിക്കുന്നില്ല, ഞാൻ കളിക്കുന്നില്ല, എനിക്ക് രണ്ടുപേരും ഇവിടെ ഞാൻ വേണം. പിടിച്ചോളാം. ഇവിടെ ആരും ആവശ്യമില്ല. ഏയ് ഒന്നും വേണ്ട. മലവെള്ളം ഇടിഞ്ഞു വരുമ്പോ ആർക്കും പൈപ്പ് വെള്ളത്തിന്റെ ആവശ്യമില്ല. കേട്ടല്ലോ? പെട്ടെന്ന് വിളിക്കുന്ന നന്ദിനി, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ട്. ആ 1 മണിക്കൂർ എപ്പിസോഡേ ഉള്ളൂ. രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുന്നോ ഇല്ലയോ? അടുത്ത ആള് വരുമ്പോ അങ്ങോട്ട് തരാം. ആരാണേലും എങ്ങനെയാണേലും ഉറപ്പ്. എങ്കിൽ ഞാനും അവിടെ നിൽക്കാം. എങ്കിൽ ഞാനും അവിടെ വരട്ടെ, വന്നിട്ട് നോക്കാം. നല്ല സദ്യ ആണെങ്കിലും അവസാനം ഒരു ഇച്ചിരി പൂച്ചക്കാട്ടം വിളമ്പേ തീർന്നില്ലേ? അതാ പറഞ്ഞത്. അത് വിളിച്ചോ, അടുത്ത ആളെ വിളിച്ചോ. അടുത്തത് ഞാൻ വിളിക്കാൻ നോക്കണ്ട. ആ ശരി, ഞാൻ ഇങ്ങോട്ട് നോക്കിയേക്കാം. അതാ താല്പര്യം. അങ്ങോട്ട് നോക്കണ്ട. നീതു കൃഷ്ണ. നീതു കൃഷ്ണ എവിടുന്ന് വരുന്നു? തൃശ്ശൂർ. തൃശ്ശൂരിൽ എവിടുന്ന് വരുന്നു? പോന്നൂര്. എന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈൻ. ഫാഷൻ ഡിസൈനിങ്. ഇന്ന് ഓണക്കാലത്ത് നമുക്ക് ഫാഷൻ ഡിസൈനർമാരുടെ ഒരു സംഗമം തന്നെയാണ് കിട്ടിയത്. സ്കൂളിലൊക്കെ എവിടെ പഠിച്ചത്? സാധാരണ പരിഷ്കാരത്തിലേക്ക് കൈവയ്ക്കുമ്പോൾ പെൺകുട്ടികൾ ആദ്യം കൈവയ്ക്കുന്നത് തലമുടിയിലാണ്. ഇവർക്കെല്ലാം തലമുടിക്ക് നല്ല നീട്ടമുണ്ട്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. കണ്ടോ? അത്യാവശ്യം നീട്ടമുണ്ട്. ഇത്രയും പരിഷ്കാരത്തിന് വേണ്ടത്ര പോയിട്ടില്ല. ഇങ്ങോട്ട് നീങ്ങിക്കുന്നോളൂ. ഓണം ഓഫറുകളുടെ ഒരു കാലഘട്ടം. ഒരു പ്രത്യേക അനൗൺസ്മെന്റ് ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡിന് എനിക്ക് പേയ്മെന്റ് വേണ്ട. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പിന്നണി പ്രവർത്തിക്കുന്നവരാണ്. മോഹൻലാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ വന്നിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ ഒരാളെ പുറത്താക്കാതിരിക്കാൻ പറ്റുമോ? കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇവിടെ കയറി നിൽക്കും. 1 2 3 4 എന്ന് പറഞ്ഞ് ഓരോ നമ്പറുകളിൽ കയറി നിൽക്കും. നിങ്ങൾക്ക് 5 പേർക്കും കൂടെ ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? ഒരു ഓണപ്പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമോ? ഏതാ ഏതാ ഏതാ? ശരി, പൂവിളി പൂവിളി പൊന്നോണമായി. ആയിക്കോട്ടെ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി, മുട്ടായി നീ വരൂ പൊന്നോണ. 3 4 പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി. താങ്ക് യു. ഇനി നന്ദിനി ഇവർക്കുള്ള സ്റ്റേജിൽ കൊടുക്കും. നിങ്ങളിൽ ആരെ ഔട്ടാക്കണം നോക്കിയിട്ട് അയാളുടെ നമ്പർ എഴുതിക്കോളും. One, 2, 3. ആരാണ് ഔട്ടായത്? ഔട്ടായ ആൾ മാത്രം അറിഞ്ഞില്ല, ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു.
ഡെറാഡൂൺ യെസ്. വരൂ, ഇത് തരൂ. ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയിക്കോളൂ. ആർഷ ഭാരത സംസ്കാരം, അതിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതിഥി ദേവോ ഭവ എന്നാണ്. ഡെറാഡൂണിൽ നിന്നും കേരളത്തിലേക്ക് അതിഥിയായ ഒരു കുട്ടിയെ ദൈവത്തെ പോലെ കാണുന്നതിന് പകരം വാമനൻ മഹാബലി ചെയ്തതുപോലെ എല്ലാവരും കൂടെ ചവിട്ടിത്താഴ്ത്തി. മഹാബലി വർഷത്തിൽ 10 ദിവസമെങ്കിലും വരും. ഇനി ഈ കൊച്ചിനെ ഞാൻ എന്ന് കാണും? ഇവരോട് എന്താ പറയാനുള്ളത്? ഗുഡ് ലക്ക്. ഗുഡ് ലക്ക് കേട്ടോ. ഗിഫ്റ്റ് ഒക്കെ എനിക്കും തരണം. ഗിഫ്റ്റൊക്കെ എനിക്ക് തരണം. അത് കൊടുക്കുമാളോ? കൊടുക്കാം. അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പം എന്നാ പിന്നെ കുഴപ്പമില്ല. എനിക്ക് കിട്ടുന്ന ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ചെവിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നോക്കണം കേട്ടോ മോളെ. മോൾക്കുള്ള സമ്മാനം ഇപ്പം നന്ദിനി ചേച്ചി എടുത്തുകൊണ്ട് തരും.